ആദ്യമായി ഡോക്ടർ കിഷോറെ, ആ അമ്മയുടെ ഭൗതിക ശരീരത്തിന് മുമ്പിൽ ഞങ്ങളുടെ ആദരാഞ്ജലികൾ ഞങ്ങൾ അർപ്പിക്കുകയാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ഇന്നലെ സംഭവിച്ചു. ഇത് ഇപ്പൊ താങ്കൾ ചോദിച്ച പോലെ വിളിച്ചു വരുത്തിയ ഒരു അപകടമാണോ എന്ന് ചോദിച്ചാ, സത്യത്തിൽ ഞങ്ങളുടെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ രണ്ട് മന്ത്രിമാർ അങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ആ അമ്മ ഇന്ന് ജീവനോടെ ഇരിക്കുമായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നോക്കൂ, ഇവിടുത്തെ ഇടത് ചിന്താഗതിയുള്ളവരും അല്ലെങ്കിൽ ഇവിടുത്തെ ഇടത് നേതാക്കളും ഒക്കെ ഇന്നലെ മുതൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഇത് മുഴുവൻ ആ രോഗികളുടെ കുഴപ്പമാണ് എന്നാണ്. നോക്കൂ, നമ്മൾ കൃത്യമായിട്ട് ഈ കാര്യം എടുത്ത് പഠിച്ചാൽ അവിടുത്തെ വിദ്യാർത്ഥികളുമായിട്ടൊക്കെ ഞങ്ങൾ ഇന്ന് സംസാരിച്ചപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞത് 360ഓളം ആളുകൾ ഈ തകർന്ന കെട്ടിടത്തിനകത്തുണ്ടായിരുന്നു കിഷോർ. 360ഓളം ആളുകൾ. അവിടെ 3 ബാത്റൂമിൽ 2 ബാത്റൂമും ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഒരു ബാത്റൂം ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ കംപ്ലൈന്റ് ആയതുകൊണ്ട് മാത്രം അതിലൊരു നാട കെട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കി 2 ബാത്റൂം ആളുകൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇത് എന്തോ വലിയ ദൈവഭാഗ്യം കൊണ്ട് ഇതിന്റെ ഒരു ഭാഗമാണ് ആദ്യം ഇടിഞ്ഞു വീണത്. ബാക്കി ഭാഗം ഇടിയുന്നതിന് മുമ്പ് ആളുകളെ എടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ സ്ട്രക്ചറിലൂടെ ആണെങ്കിലും ഒക്കെ എത്രയും പെട്ടെന്ന് അടുത്ത ബ്ലോക്കിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അപ്പോ ഇവിടെ ഇന്നലെ അവിടുത്തെ വാസവൻ മന്ത്രി ഓടി വന്ന് പറയുന്നത് ഡംപ് ചെയ്യുന്ന അല്ലെങ്കിൽ മെഡിക്കൽ വേസ്റ്റ് ഇടുന്ന ഒരു സ്ഥലമാണ്, ഇനി ഒരു തെരച്ചിലിന്റെ ഒന്നും ആവശ്യം പോലും ഇല്ല എന്ന് പറഞ്ഞ് അവിടുത്തെ തെരച്ചിലിനെ പോലും ആ ഗോൾഡൻ ഹവേഴ്സ് ഇവരായിട്ട് നശിപ്പിച്ചു. അവിടെ ആ വൃത്തിയായിട്ട് ആദ്യം തന്നെ ഒരുപക്ഷെ ഇതിനകത്ത് ആളുകൾ കാണുമായിരിക്കും എന്ന് കരുതി തെരച്ചിൽ നടത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ആ അമ്മ കാഷ്വാലിറ്റി ആണെങ്കിൽ പോലും ഇന്ന് ആ അമ്മ ജീവിച്ചിരിക്കുമായിരുന്നു. എന്നിട്ട് ഇവിടുത്തെ മന്ത്രി നോക്കൂ, ഈ ആരോഗ്യമന്ത്രിക്ക് അല്പം മനസാക്ഷിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വൈകുന്നേരം അതേ ഹോസ്പിറ്റലിൽ ഇതേ ആരോഗ്യമന്ത്രി വരികയാണ്. ഈ അമ്മ മരിച്ചതിന് ശേഷം അവിടെ വന്ന് നിന്നിട്ട് അവർ മരിച്ച് അവരുടെ ബോഡി അപ്പുറത്ത് കിടക്കുമ്പോൾ ഈ ആരോഗ്യമന്ത്രി ഇവിടെ നിന്ന് പറയുക ചില കാര്യങ്ങള്, ഞങ്ങൾ പുതിയ ബ്ലോക്ക് പണിതിട്ടുണ്ട്, അവിടെയും മേനിയാണ്, പ്രതിച്ഛായ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മേനി പറയുന്ന കാര്യങ്ങൾ നോക്കണം. അവർ മരിച്ചതിനെ കുറിച്ച് ഒരു വാക്ക് ഇവര് പറയാതെ ഞങ്ങൾ പുതിയ ബ്ലോക്ക് പണിതിട്ടുണ്ട്. UDFന്റെ പഴയ കാലത്തെ ബ്ലോക്കിൽ 10 മിഷണറി സംവിധാനമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ പുതിയ ബ്ലോക്കിൽ 14 മിഷണറി സംവിധാനങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ അടുത്ത മാസം അതിലേക്ക് ആളുകളെ മാറ്റാനിരിക്കുകയായിരുന്നു. നോക്കൂ, കഴിഞ്ഞ 12 വർഷമായി അത് സൺഫിറ്റ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു ബിൽഡിങ്ങിൽ ആളുകളെ താമസിപ്പിച്ച് 2 മുന്നണികൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഏകദേശം 2013 ഈ ബിൽഡിംഗ് അൺഫിറ്റ് ആണെന്ന് ഉത്തരവ് കിട്ടി. അതിനുശേഷം 3 വർഷത്തോളം ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞ് ഉണ്ടായിരുന്ന ഒരു മന്ത്രി, ഒരു VS ശിവകുമാർ എന്ന് പറയുന്ന ഒരു ആരോഗ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു. അതിനുശേഷം ഇവരൊക്കെ പറയുന്ന ഉറങ്ങാത്തമ്മ എന്ന് ഇവരൊക്കെ വിളിക്കുന്ന അത് ടീച്ചറോട് വന്നു. ഞാൻ ഗൗരവമായ കാര്യത്തിലേക്ക് തമാശ പറയുകയാണ്, നിങ്ങൾ ചിന്തിക്കരുത്. ഈ ടീച്ചർ വന്ന സമയത്ത് 2016 ഇവിടെ ഗൗരവപരമായിട്ട് കേരളത്തിൽ മുഴുവൻ ഡെങ്കിപ്പനി വ്യാപിച്ചു. ഈ ടീച്ചറും ടീച്ചറുടെ പരിവാരങ്ങളും ഈ ഡെങ്കിപ്പനി വ്യാപിച്ചു കഴിഞ്ഞപ്പോ അതിന് അന്നിറക്കിയ ഒരു ക്യാപ്സൂൾ, കിഷോർ അറിയുമോ എന്നറിയില്ല, ക്യാപ്സൂൾ എന്താണെന്ന് അറിയുമോ? ഇത് UDF ഭരണകാലത്തൊക്കെ അവരുടെ കുഴപ്പം കൊണ്ടുണ്ടായ കൊതുകുകൾ ഇപ്പോൾ വളർന്നു പെരുകിയിട്ട് ആ കൊതുകുകൾ പരത്തുന്ന ഡെങ്കിപ്പനിയാണെന്ന് വരെ പറഞ്ഞ ഒരു ക്യാപ്സൂൾ ഉണ്ടാക്കിയ ഒരു മന്ത്രിസഭയാണ് ഇവര് നോക്കട്ടെ. കഴിഞ്ഞ 5 വർഷം ഇവര് ഉറങ്ങാത്ത അമ്മ ടീച്ചറമ്മ മാറിയല്ലോ. എന്നിട്ടാണല്ലോ ഇപ്പൊ ഇന്നത്തെ അവരുടെ ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാഷയിൽ പറഞ്ഞ 24 മണിക്കൂർ കഠിനാധ്വാനം ചെയ്യുന്ന പുതിയ മന്ത്രി വന്നത്. സഭയുടെ പ്രതിനിധിയായി സീറ്റ് കൊടുക്കുകയും സഭയുടെ പ്രതിനിധിക്ക് വേണ്ടി കോടികൾ വാങ്ങി മന്ത്രിയാക്കുകയൊക്കെ ചെയ്ത കഥ അടുക്കളപ്പാട്ടും അരങ്ങത്തും ഒക്കെ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇതൊന്നും ഇവിടെ വിഷയമല്ല. വാസ്തവത്തിൽ ഇത് വിളിച്ചു വരുത്തിയ ഒരു അപകടം എന്നല്ല, ഇത് സർക്കാർ കൊന്നതാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. ഇതിനെതിരെ കേസെടുത്തില്ലെങ്കിൽ കോടതി ഇതിനെതിരെ സ്വമേധയാ കേസെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നോക്കൂ, കേരളത്തിന്റെ സംസ്കാരമില്ലേ, മരിച്ചു കഴിഞ്ഞ ആ സ്ഥലത്തേക്ക് മന്ത്രിമാരും MLA മാരും ഒക്കെ പോകണമെന്നുള്ളത് ഇവരുടെ കയ്യിൽ, അല്ലെങ്കിൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞ പോലെ ഇവരുടെ കയ്യിൽ കുഴപ്പമില്ലായിരുന്നെങ്കിൽ ഇവരിന്ന് അവിടെ പോകില്ലേ? ആ അമ്മയുടെ സംസ്കാര ചടങ്ങിൽ ഒരു MLA പങ്കെടുത്തോ? ഇടതുപക്ഷത്തിന്റെ ഒരു MLA പങ്കെടുത്തോ? ഇടതുപക്ഷത്തിന് ഇതിലൊരു മന്ത്രി പങ്കെടുത്തോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അവിടെ ചെന്ന ഒരു വർഷത്തെ വിഴിഞ്ഞത്ത് നിന്ന് വിഴിഞ്ഞത്ത് നിന്ന് മുഖ്യമന്ത്രി ഓടിയ ഓട്ടം പോലെ ഒരുപക്ഷെ അടി കിട്ടുമെന്ന് തോന്നിയത് കൊണ്ടാ ഇവരവിടെ ചെല്ലാതിരുന്നത്. എന്നിട്ട് ഇപ്പൊ വൈകുന്നേരം VN വാസവൻ ഒരു 10, 500, 1000 പോലീസിനെയൊക്കെ വെച്ച് അവിടേക്ക് പോയി, ആളുകളൊക്കെ അവിടെ നിന്ന് പോയി എന്നുള്ളൊരു ധാരണയിൽ ധൈര്യം സംഭരിച്ചു പോയിരിക്കുക. സ്വന്തം നാട്ടിൽ ഒരു അപകടം നടന്ന വീട്ടിലേക്ക് ചെല്ലാൻ പോലും ധൈര്യമില്ലാത്തൊരു മന്ത്രിയും മന്ത്രിസഭയും കേരളം ഭരിക്കുന്നു. ഞങ്ങൾ പറയുന്നു, ഇതിനെതിരെ കോടതി സ്വമേധയാ കേസെടുത്ത്
ഒന്നാം പ്രതി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പുതിയ നാടകം നമ്മൾ കണ്ടല്ലോ. ഈ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മുൻ സംസ്ഥാന സെക്രട്ടറി മരിച്ച് ചിത കൊളുത്തതിന് മുമ്പ് അമേരിക്കയിലേക്ക് ടൂർ പോയ ആളാണ് അദ്ദേഹം. അതേ വ്യക്തി ഇന്ന് അതേ ആരോഗ്യ കേരളം കൊന്ന ഒരു വ്യക്തിയുടെ ചിത കരിഞ്ഞു തീരുന്നതിന് മുമ്പ് അദ്ദേഹം സ്വന്തം ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയി. ആഴ്ചയിൽ അമേരിക്കയിൽ പോക്കാണല്ലോ അദ്ദേഹത്തിന്റെ പണി. തെമ്മാടി രാഷ്ട്രം എന്ന് ഒരു ഭാഗത്ത് വിളിക്കുകയും മറുഭാഗത്ത് അമേരിക്കയിൽ പോക്കാണല്ലോ ഇങ്ങേർക്ക് വേല. അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. എവിടെയോ പോകട്ടെ, കുറച്ചു കാലം കൂടെ നമ്മൾ സഹിച്ചല്ലേ മതിയാകൂ. അതല്ല ഇവിടെ വിഷയം. ഈ അമ്മയുടെ കൊലപാതകത്തിൽ ഈ സർക്കാരിനെതിരെ കോടതി സ്വമേധയാ കേസെടുക്കണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിന്റെ തെരുവുകൾ ഉണ്ടാകുമെന്ന് പറയാൻ ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുകയാണ്.